ഇന്ന് നമ്മുടെ സാരഥി ഓല S1X Gen 2 റേഞ്ച് ടെസ്റ്റ് ചെയ്താലോ, അതും എക്കണോമി മോഡില്. ഓലക്കാര് തള്ളുന്ന മൈലേജ് ഇതിന് ശരിക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 100% ചാർജിൽ 167 കിലോമീറ്റർ എക്കണോമിയിൽ ഓടാൻ പറ്റുന്നതാണ് ഇവർ പറയണത്. പക്ഷെ അത്രയും കിട്ടില്ലെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഈ എക്കണോമി മോഡ് എന്ന് പറയുന്നത് 42 കിലോമീറ്റർ സ്പീഡിലാണ് ഓടിക്കാൻ പറ്റും. ഹൈവേയിലൊക്കെ ആ സ്പീഡിൽ ഓടിച്ചു നമ്മുടെ പിരി വെട്ടിപ്പോവും. വണ്ടി എടുത്ത് ഇറങ്ങി മഴ പെയ്യുന്ന ലക്ഷണങ്ങൾ കണ്ടപ്പോൾ നിർത്തിയിട്ട് കോട്ടിടാന്ന് വിചാരിച്ചു. കോട്ടിട്ടിട്ട് അടുത്ത പഞ്ചായത്ത് എത്തിയില്ല. അപ്പോഴേക്കും നല്ല വെയിലും. നമ്മൾ ഈ ബൈക്കിൽ പോണ പോലെ ഇന്നലെ സ്കൂട്ടറിൽ പോണത് ഒരു 10-20 കിലോമീറ്റർ ഓടിപ്പോയിക്കും നല്ല ക്ഷീണമായി ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാനായി. പിന്നെ വെയിലത്ത് കോട്ടിട്ട് ഓടിക്കുന്ന എന്നെ കുറെ പേര് കളിയാക്കി ചിരിച്ചെങ്കിലും പിന്നീട് പെയ്ത മഴ എന്റെ സൈക്കോയെ ഉണർത്തി. സംഭവം 70% ചാർജ് ആയിട്ട് 41 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും വണ്ടിയുടെ IDC റേഞ്ച് കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കരുത് കേട്ടോ. കാരണം അവർ പറയുന്നേക്കാൾ ഒരു 19 കിലോമീറ്റർ ഒക്കെ താഴെ ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുള്ളൂ. നമ്മൾ ഓടിക്കുന്ന രീതി അനുസരിച്ചും വണ്ടിയുമ്പോൾ കയറുന്ന വെയിറ്റിനനുസരിച്ചും വണ്ടിയുടെ മൈലേജിൽ നല്ല വേരിയേഷൻ വരാറുണ്ട്. ചാർജ് ഒരു 47 ആയപ്പോഴേക്കും നമ്മളൊരു 72 കിലോമീറ്ററിന് അടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഇൻഡിക്കേറ്റർ പോയിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് തന്നെ കൈകൊണ്ടും കാലുകൊണ്ടുള്ള അഭ്യാസമാണ് റോഡ് മുഴുവൻ. ഞാൻ കുറച്ചൊക്കെ പോസ്റ്റ് കിട്ടിയെങ്കിലും അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. കാലത്ത് മഴയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് നല്ല വെയിലായിരുന്നു, രക്ഷയില്ല. അപ്പൊ 102 കിലോമീറ്റർ ഓടി ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ബാക്കി ഇനി 24% ചാർജ് ഉണ്ടായിരുന്നു. ആ ചാർജിൽ ഇനി ഒരു 10-40 കിലോമീറ്റർ കൂടി നമുക്ക് ഓടാനും പറ്റും. എക്കണോമി മോഡിൽ 140 കിലോമീറ്റർ ആണ് എനിക്ക് കിട്ടിയ റേഞ്ച്. ബാക്കി മോഡ്സിലുള്ളത് ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം. ബഡ്ജറ്റ് പെർഫോമൻസ് റേഞ്ച് നോക്കിയെടുക്കുന്നവർക്ക് ഓല നല്ലൊരു ഓപ്ഷനാണ്. സർവീസിന്റെ കാര്യത്തിൽ ഞാനും തൃപ്തനൊന്നല്ല. അവരുടെ സ്പെയർ പാർട്സുകൾ വരെ ഭയങ്കര ഡിലേ ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.